ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്റെ സ്വന്തം മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണ്. അതായത് എന്റെ സ്കിൻ കൺസേൺ ഒക്കെ വെച്ചിട്ട് ഞാൻ എന്റെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അതിൽ നിന്ന് നിങ്ങൾ കുറെയൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൊഡക്റ്റിന്റെ ലിങ്ക്സ് എല്ലാം എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ എന്റെ സ്കിൻ കെയർ റുട്ടീൻ കാണാം. അപ്പൊ ഇതാണ് ബേസിക്കലി എന്റെ മോർണിംഗ് സ്കിൻ കെയറിലുള്ള സാധനങ്ങൾ. ബോഡിയിലും ഉള്ളതുകൊണ്ട് ഫേസിലും ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മുടെ ഫേസ് വാഷ് ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. എൻ്റെ കുറച്ച് കോമ്പിനേഷൻ സ്കിൻ ആയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഡിപ്പെൻഡ്സ് മാറും കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ ജെന്റിലായിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യും. പക്ഷെ ഇപ്പൊ കറന്റ്ലി ഞാൻ ഈ ഒരു ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് HA BHA ഫേസ് വാഷ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ്സ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു സാധനം ഫേസിൽ ഇട്ടതിന് ശേഷം. എന്നിട്ട് ലാതർ ചെയ്ത് കളയുന്നതാണ് നല്ലത്. അതിനെയാണ് നമ്മൾ ആക്ടിവേറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ വർക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് ഫേസും കൈയും നന്നായിട്ട് മുഖത്ത് വെള്ളം നനയ്ക്കുക, അതുപോലെ കൈ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ഫേസ് വാഷ് ചെയ്യാനായിട്ട്. സോ ഞാൻ ഫേസ് നന്നായിട്ട് വെള്ളമൊക്കെ ആക്കി അതിന് കൈയൊക്കെ കഴുകി. ഇനി നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം. ഇത്ര പ്രൊഡക്റ്റ് മതി, കാണത്തുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത്ര പ്രൊഡക്റ്റ് മതി. കയ്യിൽ നന്നായിട്ട് ലാദർ ചെയ്യുക. ഫേസിൽ റൗണ്ട് മോഷനിൽ നമ്മുടെ നോസിന്റെ സൈഡിൽ എനിക്ക് കൂടുതലും പ്രശ്നങ്ങൾ വരുന്ന വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്ന അവിടെയാണ്. അപ്പൊ ഞാൻ നോസിലെ ചീക്കിന്റെ ഇവിടെ ഒക്കെയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു 60 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പൊ ഫേസ് വാഷ് ചെയ്ത് നോർമലി ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ ഈ വെള്ളം ഇതിന് ഞാൻ എയർ ഡ്രൈ ചെയ്യാറാണ് പതിവ്. അതായത് ഫേസ് വാഷ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ ഇത് മൊത്തം ഇത് ഉണങ്ങിപ്പോലെ അങ്ങനെ ചെയ്യും. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ഞാൻ പേപ്പർ ടവലാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഫേസ് തുടക്കുന്ന ഇത്ര ക്ലീൻ ആയിട്ടുള്ള സാധനം ഉണ്ട്. അപ്പം അതുകൊണ്ട് പേപ്പർ ടവൽസ് ആണ് കുറച്ചുകൂടെ സേഫ്. ഓക്കെ, അപ്പൊ നമ്മൾ നന്നായിട്ട് മുഖമൊക്കെ തുടച്ചു കഴിഞ്ഞു. ഇനി എന്തുകൊണ്ട് പേപ്പർ ടവൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എയർ ഡ്രൈ വെച്ചിട്ട് അല്ലെങ്കിൽ നോർമലി നമ്മൾ എയർ ഡ്രൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2 റീസൺ ഉണ്ട്. ഒന്നെന്ന് വെച്ചാല് ഞാൻ എയർ ഡ്രൈ ചെയ്ത് പേപ്പർ ടവൽ വേസ്റ്റ് ആവുന്നില്ല ഒന്ന്. രണ്ടെന്ന് വെച്ചാല് എന്താ പറയാ, നമ്മൾ ഈ പേപ്പർ ടവൽ ഫാൻ അല്ലാത്ത നമ്മൾ ഫേസ് തുടയ്ക്കുന്ന തുണി എടുക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോ നമ്മൾ നോർമലി ബോഡി വെച്ച് നോക്കുമ്പോൾ ഫേസിൽ കുറച്ചുകൂടെ നമ്മളൊരു ഹൈജീൻ കീപ്പ് ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ടവൽ നമ്മൾ പ്രോപ്പറായിട്ട് കഴുകിയില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് പോകും. എന്നിട്ട് അത് നമ്മൾ അറിയാൻ കൈ തുടയ്ക്കുക, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ടോ അല്ലെങ്കിൽ എയർ ഡ്രൈയിലോട്ടോ സ്വിച്ച് ചെയ്തത്. പിന്നെ എനിക്ക് അതിനുശേഷം എനിക്ക് ഒരുപാട് മോക്കുരുവിനും കുറവ് വന്നിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി അതാണ് ഞാൻ ഇത് എടുക്കുന്നത്. അല്ല നിങ്ങൾക്ക് എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഞാൻ ക്ലീൻ ആയിട്ട് അത് വെക്കും എന്നുള്ളത്. എൻ്റെ പല പല സ്ഥലത്താണ് അത് കിടക്കുന്നത്. സോ അത് റാൻഡമായിട്ട് എല്ലാവരും യൂസ് ചെയ്യും. ഫേസിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ ആളെ എടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് കൂടെയൊക്കെയാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണ് നിങ്ങളുടെ സാധനം ആരും എടുക്കില്ല, ക്ലീൻ ആയിട്ട് വെക്കുന്നു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടവൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പേപ്പർ ടവലോ അല്ലെങ്കിൽ നമ്മുടെ എയർ ഡ്രൈയോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ടോണർ ആണ്. ഇത് ആക്സിസ്ഫൈയുടെ ഗ്ലോ ടോണർ ആണ്. ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ ടോണർ ആണ്. ഇതിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2 വീക്സ് അത്രയൊക്കെ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണുമ്പോൾ അറിയാം. ഇതല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുള്ള ലെനേജിന്റെ ആണ്. അപ്പൊ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ ആയി. ലൈക്ക് എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പറയുന്ന സാധനമാണ് ലെനേജിന്റെ ടോണർ. അതാണ് ഞാൻ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ബ്യൂട്ടി ഓഫ് ജോസിന്റെ ടോണർ ആണ്. നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ടില്ല ഈ സാധനം, എനിക്ക് അല്ലാണ്ട് കിട്ടിയതാണ്. ഇതൊരു അത്യാവശ്യം നല്ലൊരു സാധനമാണ്. നിങ്ങൾക്ക് റിവ്യൂസ് ഒക്കെ നോക്കാൻ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു സാധനമാണ്. എനിക്ക് ഈ ഒരു 3 വീക്സിൽ യൂസ് ചെയ്തതിൽ 2 വീക്സിൽ യൂസ് ചെയ്തതിൽ എനിക്കിത് ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. സോ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഹൈൽഡ്രോണിക് ആസിഡ് ഒക്കെ കേട്ടോ. അപ്പൊ നമുക്കൊരു എന്താ പറയുന്ന ഒരു ഹൈഡ്രേഷൻ നന്നായിട്ട് കിട്ടും. എവിടെ സാർ ഇത്
യൂസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി കാരണം എന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഹൈൽഡ്രോണിക് ആസിഡ് സിറമോ കോജിക് ആസിഡ് സിറമോ അങ്ങനത്തെ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ വിറ്റാമിൻ സി യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്പ്രേ നമ്മളൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വിട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിറ്റാമിൻ സി നല്ല അൺസ്റ്റേബിൾ ആയിട്ടുള്ള സാധനമാണ്. ചിലപ്പോൾ നമ്മൾ വാട്ടറിന്റെ പ്രസൻസിലോ അല്ലെങ്കിൽ മറ്റൊരു എലമെന്റ് പ്രസൻസിലോ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുന്നത്, ചിലപ്പോൾ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഇഷ്ടം വിറ്റാമിൻസിന് ഫുൾ വർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഒന്നുകിൽ ടോണേഴ്സ് സ്കിപ്പ് ചെയ്യും, ഡയറക്റ്റ് വിറ്റാമിൻ സി യൂസ് ചെയ്യും. അതല്ലെങ്കിൽ ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ആ ടോണർ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ വിറ്റാമിൻ സി യൂസ് ചെയ്യും. സോ ഫേസ് ഒക്കെ ഒന്ന് സെറ്റിലായി നിങ്ങൾക്ക് കാണാം. എന്റെ മുടി ഇഗ്നോർ ചെയ്യുക, കാരണം മുടി കുറച്ച് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എങ്ങനെ കെട്ടി വെച്ചാലും ഇങ്ങനെ കിടക്കും. സോ അതൊന്ന് ഇഗ്നോർ ചെയ്യുക. എനിവേസ് നമ്മൾ വിറ്റാമിൻ സിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിന്റെ പുതിയ വിറ്റാമിൻ സി സെറാണ്. ഇതിനകത്ത് C16 ആണ് ഉള്ളത്, അതായത് 16% ഉണ്ട്. അത്യാവശ്യം നല്ലതാണ്. ഞാൻ മെയിൻലി 10 to 16%, 15-20% ഇടയിലാണ് നിൽക്കുന്നത്. പിന്നെ നോർമലി ഉപയോഗിക്കുന്ന വിറ്റാമിൻ സി ഏതൊക്കെയാന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്ട്, മിനിമലിസ്റ്റ്, ഫോക്സ്റ്റെയിൽ, പിന്നെ വിഷ് കെയർ. ഇത് നാലിൽ ഞാൻ ഇങ്ങനെ വിഷ് കെയർ ഇപ്പം റീസെന്റ് ആയിട്ട് ആഡ് ചെയ്താണ്. ബാക്കി മിനിമലിസ്റ്റ്, ഫോക്സ്റ്റെയിലും ഒക്കെ ഇങ്ങനെ ഇതിൽ കറങ്ങി നടക്കുന്നതാണ്. ഡീകൺസ്ട്രക്റ്റും പിന്നെ ഫോക്സ്റ്റെയിലിന്റെ ഫേവറേറ്റ് ഫാൻ ഞാനല്ല, എന്റെ ഹസ്ബൻഡ് ആട്ടോ. പുള്ളിക്കാരൻ അത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. നമ്മുടെ സിറത്തിലോട്ട് വരാം. അപ്പൊ എപ്പോഴും പമ്പാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ അടിച്ചെടുക്കാനായിട്ട് നിൽക്കരുത്. കുറച്ച് നമ്മുടെ കയ്യിലെടുക്കുക. എന്നിട്ട് ഞാൻ ഈ സാധനം താഴെ വെച്ചോട്ടെ. എന്നിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഫേസിൽ തേക്കാൻ നിൽക്കരുത്. പകുതി സാധനം നമ്മുടെ കൈയുടെ പാമിലോട്ട് പോകും. അങ്ങനെ ചെയ്യരുത്. അതിനേക്കാൾ നല്ലത് ടാപ്പ് 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 ടാപ്പ്. നമ്മള് ഈ മേക്കപ്പ് വീഡിയോസിൽ ഇങ്ങനെ അവർ പറയത്തില്ലേ, സ്പഞ്ച് ഇട്ടിട്ട് ഡാബ് 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 ചെയ്യണം. എക്സാക്ട്ലി സെയിം ആണ് നമ്മുടെ സെറോ അപ്ലൈ ചെയ്യാനായിട്ട്. ഡാബ് ചെയ്യാം. സോ വിറ്റാമിൻ സി ഞാൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. ഞാൻ ടോണറും ഈ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് അത് വിട്, ടോണറും വിറ്റാമിൻ സിക്ക് ഇടയിലും വിറ്റാമിൻ സിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിനും ഇടയിൽ ഞാനൊരു 5 to 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാറുണ്ട്. ടോണറിന് 2 മിനിറ്റ്സ്, വിറ്റാമിൻ സിക്കും അടുത്ത സാധനത്തിനിടയിലും 3 to 5 മിനിറ്റ്സ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്റെ വിറ്റാമിൻ സി ഒന്ന് ഫുള്ള് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഒരു സെറത്തിന്റെയും അല്ലെങ്കിൽ സ്റ്റെപ്പിന്റെ ഇടയിലൊന്നും ഞാൻ അങ്ങനെ ഇതെടുക്കാറില്ല കേട്ടോ. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ ഡാർക്ക് സ്പോട്ടിന്റെ അങ്ങോട്ടാണ്. കാരണം കുറച്ച് നാളായിട്ട് അഡൽട്ട് ആക്നെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ PCOS കാരണം ഉണ്ടാകുന്ന ആ ഒരു ആക്നെ എനിക്കുണ്ട്. ഈവൻ PCOS എനിക്ക് അത്ര സിവിയർ അല്ല, എനിക്ക് സിവിയർ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഡിറ്റക്റ്റബിൾ PCOS ആണ്. പക്ഷെ എന്നാലും എനിക്ക് ആക്നെ വരാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യം. അപ്പൊ അത് കാരണം ഈ കുരു പോയിട്ടുണ്ടാവുന്ന പാട് എനിക്ക് വരാറുണ്ട്. അപ്പൊ അത് വന്നതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ട്രാനെക്സാമിക് ആസിഡ്. ഇത് ഫിക്സ്ഡെർമയുടെ ട്രാനെക്സാമിക് ആസിഡ് ആണ്. ഫസ്റ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു പ്രതീക്ഷ ഇല്ലാണ്ട്, അത്ര പ്രതീക്ഷ ഇല്ലാതെ വാങ്ങിച്ചത്. എന്നാലും വാങ്ങിച്ചത് ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് വാങ്ങിച്ചത്. പക്ഷെ സംഭവം പൊളിയാട്ടോ. ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഫസ്റ്റ് ഞാൻ സ്മോൾ ബോട്ടിലാണ് വാങ്ങിച്ചത്, ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. സോ അടുത്ത് ഇതെടുക്കാം. കൈയുടെ പാമ്പിൽ തന്നെ എടുക്കുന്നത്. പക്ഷെ ഞാൻ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്റെ കവിളിലാട്ടോ. കാരണം എനിക്ക് കുരു എപ്പോഴും വരുന്ന കവിളിലാണ്. പിന്നെ എന്റെ ഫ്രെക്കിൾസ് ഉള്ളതും കണ്ണിന്റെ ഒക്കെ അടിയിലാണ്. സോ ഞാൻ അവിടെയാണ് ഇത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇവിടെ ഒരെണ്ണം പുതിയ വന്നിട്ടുണ്ട്. കഴുത്തിൽ അധികം അങ്ങോട്ട് പാടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ട്രാനെക്സാമിക് ആസിഡ് കഴുത്തിൽ യൂസ് ചെയ്യാത്തത്. കാരണം വിറ്റാമിൻസ് ഞാൻ കഴുത്തിൽ യൂസ് ചെയ്യാറുണ്ട്, ട്രാനെക്സാമിക് ആസിഡ് ഞാൻ കഴുത്തിൽ യൂസ് ചെയ്യാറുണ്ട്. പിഗ്മെന്റേഷൻ കൂടുതലുള്ള സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തോട്ട് ജസ്റ്റ് അതിന്റെ ഒന്ന് ഡാബ് ചെയ്ത് വിടാറാണ് പതിവ്. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ആക്സിസ്ഫൈയുടെ ഈ ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് സിറം, ഗ്ലോ സിറം. ഇതിനകത്ത് 5% നിയാസിനമൈഡേ ഉള്ളൂ. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ചില സമയങ്ങളിൽ നമ്മൾക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ ഫേസ് പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന അങ്ങനത്തെയൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഫോക്സ്റ്റെയിലിന്റെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫോക്സ്റ്റെയിൽ കുറച്ച് ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇതാണ് നല്ലതായിട്ട് തോന്നുന്നത്. പക്ഷെ എനിക്കറിയാം ഇത് കുറച്ച് എക്സ്പെൻസീവ് വരുന്നത് കൊണ്ട് ഞാൻ ഇത് അധികം നിങ്ങൾ വാങ്ങിക്കണം മസ്റ്റ് ബൈ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. കാരണം 5% നിയാസിനമൈഡൊക്കെ ഉള്ളൂ. ബട്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം. കാരണം ഞാനും അധികം പെട്ടെന്ന് ഡയറക്റ്റ്ലി പോയി വാങ്ങിക്കാറൊന്നുമില്ല പതിവ്. ഞാൻ EMI
മാക്രോണിൽ EMI-യിലാണ് ഞാനും ഫസ്റ്റ് ഇത് വാങ്ങിച്ചത്. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് വാങ്ങിക്കണം ഞാൻ പറയത്തില്ല, പക്ഷെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വാങ്ങിച്ച് നോക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇനി പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാല്, ഞാൻ നേഴ്സിന് ഡാർക്ക് സ്പോട്ട് മാറാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ട്. അതും കൂടെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 10% യൂസ് ചെയ്യാം, 5% യൂസ് ചെയ്യാം. ഞാൻ 5% ആണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ 5% ആട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഉപയോഗിച്ച ഗ്ലോ ടോണറിലൊക്കെ നിയാസിനമൈഡ് ഉണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസറിലൊക്കെ കുറച്ച് നിയാസിനമൈഡ് ഉള്ളതുകൊണ്ട് ഞാൻ അത് 5%-ൽ സെറത്തിന്റെ ഫോം കീപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 10% ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്യൂസ് ഒന്നുമില്ല. ബിഗിനർ ആണെങ്കിൽ 5% തന്നെ സ്റ്റാർട്ട് ചെയ്യാനും ശ്രദ്ധിക്കും. അടുത്താണ് മോയ്സ്ചറൈസർ. ഞാൻ യൂസ് ചെയ്യുന്ന വിത്തിൻ ബ്യൂട്ടിയുടെ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ പാക്കിംഗ് ആണ്. പാക്കിംഗ് ആണ് കേട്ടോ, ഇങ്ങനത്തെ പാക്കിംഗ് ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആവശ്യത്തിന് ഹൈഡ്രേഷൻ ഒക്കെ ഫേസിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇത്രയും എമൗണ്ടാണ് മോയ്സ്ചറൈസർ എടുക്കാറ്. ഇത് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്ന് പറയത്തില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ മസാജ് ചെയ്ത് വിടുന്ന ആളൊന്നും അല്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഇഷ്ടമല്ല എന്നല്ല, എനിക്കങ്ങനെ ഒരുപാട് മസാജ് ചെയ്ത് മോയ്സ്ചറൈസറോ അങ്ങനെ സെറംസോ ഫേസിൽ കൊടുക്കാൻ അത്ര ഇഷ്ടമുള്ള ആളല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ മോയ്സ്ചറൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ലിറ്ററലി ഹൈഡ്രേറ്റിംഗ് ഫാക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ എപ്പോഴും പറയാല്ലേ, നിങ്ങൾ പെപ്റ്റൈഡ് കോംപ്ലക്സ് ഉള്ള മോയ്സ്ചറൈസർ വാങ്ങിക്കണം, ഹൈഡ്രോണിക് ആസിഡ് ഉള്ള മോയ്സ്ചറൈസർ വാങ്ങിക്കണം, ഗ്ലിസറിൻ ഉള്ള മോയ്സ്ചറൈസർ വാങ്ങിക്കണം എന്നൊക്കെ. ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പിക്ക് ചെയ്തത്. ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട്. എന്നാൽ സ്കിൻ ഇറിറ്റേറ്റിംഗ് ഫ്രാഗ്രൻസ് ഒന്നും അല്ല, പക്ഷെ ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. വേറെ ഒന്നിനും നിങ്ങൾക്ക് സെറത്തിലൊന്നും ഫ്രാഗ്രൻസ് യൂസ് ചെയ്യാതെ മോയ്സ്ചറൈസർ ഫ്രാഗ്രൻസ് ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് തവണ ഈ മോയ്സ്ചറൈസർ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആൾമോസ്റ്റ് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ടോണർ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരം ഇതിനകത്ത് പറയാറുള്ള പ്രൊഡക്ട്സ് ആട്ടോ. ഓക്കെ, ഇനി എന്റെ സ്കിൻ കെയറിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത കാര്യം, ഇതിനകത്ത് ചിലപ്പോൾ ഞാൻ ഫേസ് വാഷ് മാത്രം ചെയ്തിട്ട് ബാക്കി എല്ലാം സ്കിപ്പ് ചെയ്യും, ഒരു സാധനം ഒഴിച്ച് സൺസ്ക്രീൻസ്. ഇതെന്താ രണ്ടെണ്ണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഡിപ്പെൻസ് ഓൺ. ഇപ്പൊ ഞാൻ വീട്ടിൽ മാത്രമേ നിൽക്കുന്നുള്ളെങ്കിൽ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ടോപ്പിലായിട്ട് ഈ ഒരു സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്യും. അതല്ല അപ്പൊ എനിക്ക് പുറത്തൊന്നും പോകണ്ട, പക്ഷെ എന്നാലും എനിക്ക് ഇത് യൂസ് ചെയ്യാൻ തോന്നാത്ത ടൈമുകളിലും ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ സൺസ്ക്രീൻ ആണ്. ഇത് നമ്മുടെ ബയോഡെർമയുടെ മാറ്റ്, ഇത് എന്താ പറയുന്നത്, മാറ്റ് അല്ല, ബയോഡെർമയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. ഇത് ഭയങ്കര നല്ലതായിട്ട് നമുക്കൊരു മേക്കപ്പ് ഫിനിഷ് ചെയ്യും. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറില്ല. ഞാൻ വീക്കിലി ആഴ്ചയിൽ 7 ദിവസം ഞാൻ യൂസ് ചെയ്യാറില്ല, അതാണ് സത്യം. പക്ഷെ ഇനി ഞാൻ എന്തായാലും ഇത് മാത്രം ഒന്ന് ഇടാൻ പോണ കേട്ടോ. ഇത് മാത്രം ഇടാറില്ല എന്ന് വെച്ചാൽ ഇത് മാത്രം ഞാൻ ഇടാറുണ്ട്. അത് ചിലപ്പോ എനിക്ക് അറിയാം ഭയങ്കര രണ്ട് സൺസ്ക്രീൻ ഒന്നും ഇടണ്ട, അപ്പൊ എന്നാ പുറത്ത് പോകണം, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഇതാണ് ഇടുന്നത്. അതല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി പോകണം മോർണിംഗിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഇതാണ് ഇടാറുള്ളത്. ഞാൻ ഇത് മാത്രം ഇടാറുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ സ്റ്റിൽ ഇപ്പൊ ഞാൻ ഇത് ഇട്ടിട്ടിരിക്കുകയാണ്, എനിക്ക് ലോങ് പീരീഡ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ടും കൂടി ഇടാറുണ്ട്. കുറച്ച് നേരമൊക്കെ പോകാറുള്ളൂ. രാവിലെ നമുക്ക് അറിയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഇത് ഇട്ടിട്ട് പോകാനാവുന്ന ടൈമിലുണ്ട്, ഒരു 12 മണിക്ക് ശേഷമൊക്കെയാണ് പോകുന്നെങ്കിൽ ഞാൻ ഇത് റീഅപ്ലൈ ചെയ്യാറാണ് പതിവ്. നമുക്ക് എന്തായാലും ഇന്ന് ഇതിന്റെ അപ്പം റൂൾസ് അറിയാലോ. ഇത് നല്ല ലിക്വിഡി ഫോം ആട്ടോ, അപ്പൊ ഇങ്ങനെ വരും. നമുക്ക് എത്തിക്കണം. അപ്പോ 2 ഫിംഗേഴ്സിൽ എടുക്കുക. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി എന്ത് ലൈറ്റ് വെയിറ്റഡ് ആണ് സാധനം. നമുക്കൊരു നല്ല മേക്കപ്പിന്റെ ലുക്ക് കിട്ടും ഇത് ഇട്ട് കഴിഞ്ഞാൽ. പൊതുവെ പുറത്ത് പോകുമ്പോൾ ഫൗണ്ടേഷൻ ഇടാത്ത ആളാണ് ഞാൻ. വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് അത് കൂടുതലായിട്ട് ഇടുന്നത്. സോ അതുകൊണ്ട് എനിക്കിത് പെർഫെക്റ്റ് ആണ്. സോ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ വേറെ 2 സ്റ്റെപ്പ് കൂടെ കാണിച്ചു തരാം. 2 അല്ല, ഒരു 3 സ്റ്റെപ്പ് കൂടെ ആയാൽ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ തീരും. അടുത്താണ് ഫേസ് പ്രൊട്ടക്ഷൻ കിട്ടിയില്ലേ നമ്മുടെ ലിപ്പിലോ.
നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ സാധനമാണ്. അപ്പൊ ഞാൻ ഷോർട്സിലൊക്കെ പറയാറുള്ള സാധനമാണ്. എനിക്കിഷ്ടമാണ്, കാരണം SPF 30 ഉണ്ട്, അത്യാവശ്യം പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ എടുക്കും. ഇതെന്റെ 4th ലിപ് ബാം ആണ്. എന്റെ ഒരു ലിപ് ബാം ഞാൻ 4th ടൈമിൽ വാങ്ങിക്കുന്നെങ്കിൽ അതെനിക്ക് അത്ര ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും കേട്ടോ. സോ യാ, എനിക്കൊന്ന് കിടന്ന ഒരു നൂല് കയറിയെന്ന് ഇല്ല. അപ്പൊ ലിപ് ബാം ഇട്ടു, ഫേസിന്റെ കാര്യം കഴിഞ്ഞു. പക്ഷെ നമ്മൾ എപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ബോഡി. ആ ബോഡിയിലോട്ട് നോക്കിയാലോ. അപ്പൊ എന്റെ മോർണിംഗ് മോയിസ്ചറൈസർ ഞാനിപ്പോ ഓൾറെഡി ഇട്ടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാത്തത്. ഞാൻ വരുന്നത് ഇത് രണ്ടുമാണ്. ഇത് അവരുടെ നമ്മുടെ ഡാസിലിന്റെ ഗ്ലൂട്ടാഹൈ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വെച്ചാൽ സൺസ്ക്രീൻ മാത്രം പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് കുറച്ച് ഹൈഡ്രേഷൻ ബോഡിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്, കാരണം എന്റെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഈ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ എപ്പോഴും സൺസ്ക്രീൻ ഇടുന്നത്. അതായത് ഞാൻ സൺസ്ക്രീന് മുന്നേ എപ്പോഴും ഒരു ജെന്റിൽ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യും. നൈറ്റിലാണെങ്കിലും അത് ഞാൻ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഷോർട്സിലൊക്കെ ഇതിന്റെ വാസ്ലിന്റെ ഈ ഒരു മോയിസ്ചറൈസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങുന്നത് നിങ്ങൾക്ക് റിവ്യൂ തരാനായിട്ടായിരുന്നു, ടു ബി ഫ്രാങ്ക്. പക്ഷേ യൂസ് ചെയ്തതിന് ശേഷം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം റിവ്യൂ തരാനായിട്ട് വാങ്ങിച്ചു, പൊളിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം എനിക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് അടുത്ത റിവ്യൂവിനുള്ള വാങ്ങിക്കാം. ഞാൻ അടുത്ത റിവ്യൂവിന്റെ വാങ്ങിച്ചാലും ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോയിസ്ചറൈസർ ആണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ്, നമുക്ക് ഇടുമ്പോൾ തന്നെ ആ ഒരു ഹൈഡ്രേഷൻ ബോഡിയിലൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എന്റെ ബോഡി സൺസ്ക്രീൻ, വിഷ്കെയർ സൺസ്ക്രീനെ പറ്റി ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത്. ഇത് എനിക്ക് 3rd ബോട്ടിലോ 4th ബോട്ടിലോ അങ്ങനെയാണ്. അപ്പോൾ അത്രയും ഫേവറേറ്റ് ആണ് എനിക്കിത്. ഇതിപ്പോ ഞാൻ യാത്ര ചെയ്തപ്പോഴത്തേക്ക് എന്റെ കയ്യിലിരിപ്പ് കാരണം പൊട്ടിപ്പോയതാണ്. വീട്ടിലോട്ട് കൊണ്ടുപോയി ഇട്ടിട്ട് എന്തോന്ന് ഇതിന്റെ മുകളിൽ വീണിട്ട് ക്യാപ്പ് പൊട്ടിപ്പോയത്. അല്ലാണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഇതിനില്ല. എന്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. അയ്യോ, ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ആരും കാണിക്കല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ് ഇത്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ബോഡിയിൽ, അതാണ് പിന്നെ ഞാനൊന്നും ഇട്ട് കാണിച്ചു തരാത്തത്. ഇത് ബ്ലെൻഡബിൾ ആണ്, പക്ഷെ നമ്മുടെ കയ്യിൽ കുറച്ച് ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയുന്ന നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ തോന്നും, കാരണം മുടിയെല്ലാം ഫുൾ ഇങ്ങനെ എണീറ്റിരിക്കും. ഞാൻ ഹാൻഡ് അധികം വാക്സ് ചെയ്യാത്ത ആളാണ്. ഈ ഹാൻഡിൽ രോമം അധികം അത്ര തിക്കായിട്ടൊന്നുമില്ല, എനിക്കത് കംഫർട്ടബിൾ ആണ്. ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. വല്ലപ്പോഴും തോന്നിയാൽ റിമൂവ് ചെയ്യും എന്നുള്ളതല്ലാണ്ട് കമ്പൽസറി റിച്വൽ ആയിട്ട് ഞാൻ റിമൂവ് ചെയ്യുന്ന ആളൊന്നുമല്ല. സോ ചില സമയത്ത് എനിക്ക് ഇടുമ്പോഴത്തേക്ക് ഒരു ഈ മുടി എന്താ ഇങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അത് ഇതിന്റെ തിക്നെസ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. പക്ഷെ ആ കൂടുതലുള്ളത് നല്ലതാണ്, കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ മോയിസ്ചറൈസർ ഒന്നും മോർണിംഗിൽ ഇടാറില്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടി നോർമൽ സ്കിൻകാർക്ക് അതൊരു നല്ല ഓപ്ഷൻ ആണ്. അപ്പൊ അത് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അതൊരു ഡിസ്കംഫർട്ട് ആയിട്ട് എടുക്കുകയൊന്നും വേണ്ട കേട്ടോ, സംഭവം പൊളിയാണ്. അപ്പൊ എന്റെ സ്കിൻ കെയർ റൂട്ടീൻ കണ്ടല്ലോ. ഇപ്പൊ ഒരു ഏകദേശം ഐഡിയ ഇട്ടില്ലേ, സ്കിൻ ടൈപ്പ് അനുസരിച്ചും സ്കിൻ കൺസേൺ അനുസരിച്ചും സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്ന്. ഇത് കൂടാതെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് പറ്റിയ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഐക്കാർഡിൽ അതിന്റെ പ്ലേലിസ്റ്റ് കൊടുക്കാം, അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ലിങ്ക്സ് എല്ലാം കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പൊ പുതിയ സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.